ഏതാനും ദിവസങ്ങളായി കേരളീയ സഹൃദയരോടൊപ്പം ഞാനും ആശങ്കാകുലനായി കഴിയുകയായിരുന്നു. എം.ടി. വാസുദേവൻ നായരുടെ ജീവിത മരണങ്ങൾക്കിടയിൽ അകപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്ന വാർത്ത ഓരോ ദിവസവും പല പ്രാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട്. മരണം ജീവിതത്തിൻ്റെ വിരാമചിഹ്നമാണ്, സംഭവിച്ചേ പറ്റൂ. എങ്കിലും അദ്ദേഹത്തെപ്പോലെ ലോക സാഹിത്യത്തിന്, പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തവർ വേർപിരിയുമ്പോൾ നമുക്ക് അഗാധമായ നഷ്ടബോധം അനുഭവപ്പെടുന്നു. അദ്ദേഹം നല്ല സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമുള്ള പലപ്പോഴും മൗനിയായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എങ്കിൽ തന്നെയും താൻ ഏത് മേഖലയിലാണോ വ്യാപരിക്കുന്നത് ആ മേഖലയോട് 100% കൂറ് പുലർത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കഥകൾ എഴുതുമ്പോൾ, നോവൽ എഴുതുമ്പോൾ, തിരക്കഥ എഴുതുമ്പോൾ അദ്ദേഹം പരമാവധി അതിൽ ശ്രദ്ധ ചെലുത്താറുണ്ട്. കുറച്ചു കാലത്തിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ അദ്ദേഹത്തെ ടോർച്ചറിനെ പറ്റി ഒരു പ്രസ്താവന ഇറക്കാൻ ആവശ്യപ്പെട്ടു. ഹ്യൂമൻ ടോർച്ചർ പലപ്പോഴും ലോക്കപ്പുകളിലും അവിടെയും ഇവിടെയും ഒക്കെ മനുഷ്യരെ കൊണ്ടുപോയി തല്ലുകയും ചവിട്ടുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതേപ്പറ്റിയും അദ്ദേഹം ഏലിയാസ് കാനിറ്റി എന്നൊരു ഓസ്ട്രേലിയൻ എഴുത്തുകാരനെ ഉപജീവിച്ചുകൊണ്ട് നല്ലൊരു ലേഖനം അന്ന് എഴുതി പ്രകാശിപ്പിക്കുകയുണ്ടായി. എഡിറ്റർ എന്ന രീതിയിലും സമകാലിക വിഷയങ്ങൾ അദ്ദേഹം പലപ്പോഴും ചെയ്തിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, ഗവൺമെന്റ് സാഹിത്യ പരിപോഷണത്തിന് ഒരിക്കലും അനുകൂലമല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. സാഹിത്യ അക്കാദമിയിൽ അംഗങ്ങളാകുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗം നഷ്ടമാവുകയാണ് എന്ന വീക്ഷണം എനിക്കുണ്ടായിരുന്നു. അത് അദ്ദേഹം ഒരു സിമ്പോസിയമായി നടത്തി മാതൃഭൂമിയിൽ തന്നെ പബ്ലിഷ് ചെയ്തു, വാരികയിൽ. അന്ന് എൻ്റെ ലേഖനത്തിന് അദ്ദേഹം തരംകെട്ട് കൊടുത്തത് കൊട്ടാര ഷഡന്മാർ എന്നാണ്. അത് സർക്കാരിൻ്റെ അക്കാദമികളിൽ അംഗങ്ങളാകുന്നവർ, അതിൻ്റെ അവാർഡ് മോഹിച്ച് കിടക്കുന്നവർ, അവരെ കൊട്ടാര ഷഡന്മാർ എന്ന പേരാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം അടുത്ത പ്രാവശ്യം തന്നെ വീണ്ടും അതിൻ്റെ സെക്രട്ടറി ആയി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പിന്നീട് MLA ആയപ്പോൾ അക്കാദമി പ്രസിഡന്റ് ആകേണ്ടതായിട്ട് വന്നു. കൊട്ടാര ഷണ്ടന്മാരുടെ ഏറ്റവും വലിയ ഷണ്ടനാകേണ്ടത് ആവശ്യം വന്നപ്പോൾ അദ്ദേഹം അന്ന് എന്നെ ടെലിഫോണിൽ വിളിച്ച് ചോദിച്ചു, ഇപ്പോഴെന്തായി, നിങ്ങൾ കൊട്ടാര ഷണ്ടന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷണ്ടന്മാരുടെ നേതാവായില്ലേ? ശരി, നേതാവായി. ലേഖകനാകട്ടെ പറയാമെന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. ലേഖകന്മാർ വന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാനതിൽ ഇന്നും വിശ്വസിക്കുന്നു. കൊട്ടാര ഷണ്ടന്മാരുടെ പദവിയാണ് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ് എഴുത്തുകാർ പോകുന്നത്. കാരണം ഈ എഴുത്തെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു അരാജക ഭാഷയിൽ ഉണ്ടാകുന്നതാണ്. എഴുത്തുകാരൻ്റെ പോലും നിശ്ചയമില്ല അവൻ എന്താ എഴുതുന്നത്. അവൻ വിചാരിക്കുന്ന രൂപത്തിലത് പോകണമെന്നില്ല. അപ്പം അങ്ങനെ എഴുതി വരുമ്പോൾ വന്ന കൃതികൾ ഗവൺമെൻറ് നിയന്ത്രിക്കണം, ആജ്ഞാകോലോപസ്യ എന്ന് പറഞ്ഞതുപോലെയൊന്നും വരാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിനോട് അധികം പേർ ചോദിച്ചിട്ടുണ്ട്. വിജയനോട് ചോദിച്ചിരുന്നു. വിജയൻ ഏതായാലും എൻ വി കൃഷ്ണവാര്യർ അല്ലല്ല M.T. വാസുദേവൻ നായർ തൻ്റെ കലാശില്പം കമ്മിറ്റ്മെൻ്റ് എന്നൊരു വരയോട് അദ്ദേഹത്തോട് കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചു. കമ്മിറ്റ്മെൻ്റ് ജീവിതത്തോടല്ല, കലയോടാണ്. അദ്ദേഹം ഓരോന്നിനും വളരെ സൂക്ഷിച്ചാണ് ഓരോ ശൈലിയും എഴുതിക്കൊണ്ട് വരുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണം മഞ്ഞ എന്ന ചെറിയ കഥ കാത്തിരിപ്പിൻ്റെ കഥയാണ്. കാത്തിരിപ്പിൻ്റെ കഥ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. പല സ്ഥലങ്ങളിലും പലതരത്തിൽ എഴുതിയിട്ടുണ്ട്.